ജോ ആൻഡ് ജോ, ജേണി ഓഫ് ലവ് 18+, ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത അരുൺ ഡി ജോസിൻ്റെ പടമാണ് ബ്രോമാൻസ്. ഈ സിനിമ ഒരു പടുദുരന്തം ആയി പോവാതെ രക്ഷപ്പെടുത്തിയ 3 ഫാക്ടേഴ്സാണ്. ഒന്ന്, ചാമൻ ചാക്കോയുടെ എഡിറ്റിങ്ങൾ. എജാതി എഡിറ്റിംഗ് എന്ന് പറയുക. ഓരോ സീന് ട്രാൻസിഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു സീനിൽ കിടന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യണം, ഒരു തന്നെ കുറുക്ക് കാണിച്ചിട്ട് തിരിയുമ്പോഴേക്കും അവൻ നേരെ ഒന്ന് ഫൈറ്റ് ചെയ്ത് വേറെ ആളോട് തടിച്ചോണ്ടിരിക്കണം. അങ്ങനെ ഒരുപാട് കട്ട്സ് പരിപാടികൾ ഇതിലുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു കളർഫുൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ്. ഒരു ക്യാമറ വർക്കൊക്കെ അടിപൊളി സെറ്റായിരുന്നു. അതുപോലെ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയെ രക്ഷിച്ചെടുത്ത ഫസ്റ്റ് ഹാഫിൽ പടത്തിനെ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോയത് നമ്മുടെ സംഗീത് പ്രതാപാണ്, അമൽ ഡേവിസ്. ഇയാൾ ഒറ്റയ്ക്ക് തൂക്കിയെന്ന് പറയാം പല സീനുകളും. കാരണം ഈ ഒരു 4-5 പേര് ഒരുമിച്ചിരിക്കുന്ന ഫ്രെയിമിൽ പോലും നമ്മുടെ പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ പോണത് അമൽ ഡേവിസിലോട്ടാണ്. അത് അത്ര രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തു പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്രഷനും കുറേ പരിപാടികളുണ്ടല്ലോ, അത് ത്രൂ ഔട്ട് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു കളർഫുൾ വൈബ് പടം പിടിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. ചിലയിടത്തൊക്കെ കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു. ചില സീനുകളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ ഭയങ്കര വെറുപ്പിക്കലുമായിരുന്നു. ചിലയിടത്തൊക്കെ കുറച്ച് ലെങ്ത് ഫീൽ ചെയ്തെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ബ്രോമാൻസ് എനിക്ക് തോന്നിയത്. തുടക്കത്തിൽ നമ്മുടെ ശ്യാം മോഹനും അതുപോലെ അർജുൻ അശോകനും നമ്മളൊരു കോൺവെർസേഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മാത്യൂസ് വരുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീല് പോലെ ട്രീറ്റ് ചെയ്യുന്ന പാട്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നല്ല സൗണ്ടും നന്നായിട്ട് ഗോവിന്ദ് വസന്തയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു വൈബ് ഫീൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ മ്യൂസിക് സെഷനിൽ. അങ്ങനെ വന്നിട്ട് പിന്നെ നമ്മുടെ ശ്യാം മോഹനെ മിസ്സാവുന്നു. പുള്ളിയെ കണ്ടെത്തുന്നതിലേക്കുള്ള ഇവരുടെ ഒരു ജേണിയാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഷിൻഡോയും പിൻഡോയും, ശ്യാം മോഹനും അനിയനായിട്ട് വരുന്ന നമ്മുടെ മാത്യൂസിന് ഒരു പ്രശ്നമുണ്ട്. മാത്യൂസ് പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ഹൈപ്പർ ടെൻഷനൊക്കെ വന്ന് പ്രഷറൊക്കെ കൂടി പൾസൊക്കെ കൂടി പെട്ടെന്ന് ഇങ്ങനെ ഇതാവുന്ന ഒരു ക്യാരക്ടറാണ്. ചിലയിടങ്ങളിൽ നന്നായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ അർജുൻ അശോകനുണ്ട്. അർജുൻ അശോകൻ തുടക്കത്തിലൊക്കെ മൊത്തത്തിൽ ഒരു നിർവികാരത എല്ലാ സിനിമയിലുള്ളതെന്ന് പോയിരിക്കുന്നത്. അവസാന കുറച്ച് പോർഷനിൽ പുള്ളി കയറി ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഷാജോൻ മൊത്തത്തിൽ അടിപൊളി സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ ഡാൻസ് കളിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടല്ലോ, അംബരീഷ് എന്ന് പറയുന്നത്, പുള്ളി ഇതിൽ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ മഹിമ നമ്പ്യാർക്ക് ദേഷ്യം വരുമ്പോഴേക്കും കാസർഗോഡ് സ്ലാങ് പിടിക്കുന്ന പരിപാടികളായിരുന്നു. പിന്നെ ഇവർ ഇത്രയും പേര് തന്നെയാണ് ത്രൂ ഔട്ട് എല്ലാ സീനിലും ഓൾമോസ്റ്റ് 90% ഇവർ തന്നെയാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ സിനിമ ഇവിടെ നിന്ന് മാറി, കൊച്ചിയിൽ നിന്നൊക്കെ മാറി പിന്നെ കൂർഗിലോട്ട് പോകുന്നു. അവിടെ നടക്കുന്ന കുറച്ച് പരിപാടി ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ബിനു പപ്പുവും മാത്യൂസും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എടുത്തിക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പോകുന്ന സമയത്ത് വലുതായിട്ട് ഹാപ്പനിങ്സ് ഒന്നും നടക്കുന്നില്ല. ഇവരിങ്ങനെ മൊത്തത്തിൽ ആശങ്കാകുലരായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഹാക്കറായിട്ട് സംഗീത് പ്രതാപ് വരുന്നത്. പുള്ളി വന്നതിന് ശേഷം പിന്നെ ഈ ഡ്രൈ ആയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് മഴ പെയ്യിച്ച് പുള്ളി ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി അല്പം ലെങ്ത് ഫീൽ ചെയ്ത്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഇത് എന്താവും ഏത് വാക്കെടുക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ അവിടെ ലോജിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഭരത് ബൊപ്പണ്ണ എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. പുള്ളിക്കാരനാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നത്. പുള്ളി ഈ പടത്തിൽ പറയുമ്പോൾ മറ്റേ അർജുൻ റെഡ്ഡി പോലത്തെ ഒരു പരിപാടിയായിരുന്നു, നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി, ഞാൻ പറഞ്ഞില്ലേ ഇത് എന്താവും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കോമഡിയൊക്കെ ഇട്ട് പോവുകയായിരുന്നു. ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ ഇവന്മാരൊന്ന് സംഭവം ഗിയറൊന്ന് മാറ്റി കുറച്ച് ഹൈ പരിപാടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിരുന്നു. അങ്ങനെ ടോട്ടലി നോക്കുമ്പം ഒരു വാച്ചബിൾ ഫ്ലിക്കായിരുന്നു. ഭയങ്കര സംഭവമൊന്നുമില്ല, ഒരു പ്രേമലു പരിപാടി അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഇപ്പോൾ ചോദിക്കും ക്യാരി അഭിനയിക്കാൻ പറ്റുമോ? അങ്ങനെ അല്ലടേ, ചിലതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റാത്ത സിനിമകൾ ഇവിടെ ഇറങ്ങുന്നില്ല. മസർ ഹംസയുടെ കോസ്റ്റ്യൂംസും റോണക് സേവ്യറിൻ്റെ മേക്കപ്പും ഷൺമുഖ പാണ്ഡ്യൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നന്നായിരുന്നു. അതേപോലെ ടെക്നിക്കലി ഈ സിനിമ ടു ഗുഡാണ്. പിന്നെ ന്യൂജൻ പരിപാടി പിടിക്കാനുള്ള കുറേ എഫേർട്ടുകൾ, എസ്പെഷ്യലി ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു. ത്രൂ ഔട്ട് ചിരിക്കാനുള്ള ഭീകരമായിട്ടുള്ള കോമഡി ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കോമഡി വരുന്നുണ്ട്. അതിൽ തന്നെ പുതിയ കുറേ കോമഡീസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു വൈബ് പിടിച്ച് പോകാൻ പറ്റുന്ന പടം. വിശ്വയെ അറിയാമോ? ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.